താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. സപ്ലൈകോയിൽ അതിഭീകരമായ രീതിയിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഭാരത് അരിയുടെ വിൽപ്പന തടസ്സപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എത്രമാത്രം ജനവിരുദ്ധമാണ് കേരള സർക്കാർ എന്നുള്ളതിന്റെ തെളിവാണ് സപ്ലൈകോയിലെ 13 ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി ഇപ്പൊ കുറച്ചിരിക്കുന്നത്. 55% സബ്സിഡി ഉള്ളത് 35% കുറയ്ക്കുന്നു. ഇപ്പോ ഭാരത് അരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ സപ്ലൈകോയിൽ വിൽക്കുന്ന അരിയുടെ വില. ഭാരത് അരിക്ക് 29 രൂപയുള്ളൂ. സപ്ലൈകോയിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് 30 രൂപ കൊടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള സപ്ലൈകോയിൽ അതിഭീകരമായ തോതിൽ വില വർദ്ധിക്കുക. അപ്പോഴും ഭാരത് അരി വിൽക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഭാരത് അരി കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിൽക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഭക്ഷ്യമന്ത്രി പറയുകയാണ് ഇത് മോദി അരിയാണ്, ഇത് രാഷ്ട്രീയ അരിയാണ്. മറ്റൊരു മന്ത്രി പറയാണ്, റവന്യൂ മന്ത്രി പറയാണ് ഈ അരി വോട്ടിന് വേണ്ടിയുള്ള അരിയാണ്. പൊതുമാർക്കറ്റിൽ 45 രൂപയും 50 രൂപയും വില വരുന്ന അരി 29 രൂപയ്ക്ക് കേരളത്തിൽ ഭാരത് അരിയായി വിൽക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ്, അതിനെ ആക്ഷേപിക്കുകയാണ്. അവരാണ് 2 ദിവസം കഴിഞ്ഞപ്പോ കേരളത്തിൽ സപ്ലൈകോയിൽ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന 55% സബ്സിഡി ഇപ്പോൾ 35%-ആയി കുറയ്ക്കാൻ തീരുമാനിച്ചു. സപ്ലൈകോയിലെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുകയാണ്. സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ബാധ്യതപ്പെട്ടതാണ്, വിപണിയിൽ ഇടപെടാൻ ബാധ്യതയുള്ളവരാണ്. പൊതുമാർക്കറ്റിൽ ഭീമമായ വില വർദ്ധിക്കുമ്പോഴാണ് സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അവരുടെ ഡ്യൂട്ടിയാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ. അതിനു പകരം പൊതുമാർക്കറ്റിൽ ഭീകരമായ വില വർദ്ധിക്കുമ്പോൾ സർക്കാരിന്റെ മാധ്യമങ്ങളിൽ സ്ഥാപനങ്ങളിലെല്ലാം വില വീണ്ടും കൂട്ടുകയാണ്. ഇതുപോലെ ജനവിരുദ്ധമായ ഒരു സർക്കാർ നമ്മുടെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ട്.